ലക്ഷ്മി ഹൽദിദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്വീഡനിൽ വന്നേരം ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ത്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടയിൽ കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഈ ജാക്കറ്റ് ആണെങ്കിൽ ജാക്കറ്റ്, പിന്നെ ഈ ഗ്ലൗസ്, ഇതൊക്കെ ത്രിഫ്റ്റ് സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിയതാണ്. സ്വീഡനിൽ മാത്രമല്ല പല യൂറോപ്യൻ കൺട്രീസിലും ത്രിഫ്റ്റിംഗ് ഭയങ്കര കോമൺ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ത്രിഫ്റ്റ് സ്റ്റോറുകളൊക്കെ ഉണ്ട്, ഓഫ്ലൈനായിട്ടും ഉണ്ട് ഓൺലൈനായിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു 2-3 ത്രിഫ്റ്റ് സ്റ്റോറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് പോകും ബേസിക്കലി റിക്ഷാൽപ്പലിലായിരിക്കും മെയിനായിട്ട് പോകും. അതിന് ശേഷം വേറെ പോകുന്നിടത്തിലൊക്കെ ഉള്ളത് ഞാൻ സൈഡിലായിട്ട് ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാം. കൂടെ ഞാൻ ഇത്രയും കാലം ത്രിഫ്റ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒരു കുഞ്ഞു ഹോളും ഈ വീഡിയോൻ്റെ എൻഡിൽ കാണിച്ചു തരാം. ഓൺലൈൻ സ്റ്റോറുകളിൽ FB ഉണ്ട്, അതേപോലെ വിൻറ്റഡ് എന്ന് പറഞ്ഞതുണ്ട്. ഇതിൽ FBൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട. നേരെ മറിച്ച് വിൻറ്റഡ് ആണെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ നമുക്ക് ആമസോണിലൊക്കെ കൊറിയർ ഓർഡർ ചെയ്യണ പോലെ പാഴ്സൽ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ മുന്നിലേക്കും അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇപ്പം കുറച്ച് മഞ്ഞൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊരു ഹെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വലിയ രീതിയിലുള്ള മഞ്ഞൊന്നുമല്ല, നല്ല കുഞ്ഞു കുഞ്ഞു മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ സെക്കൻഡ് ഹാൻഡ് സ്റ്റോറുകളിലേക്കുള്ള വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എറിക്ഷാൽപ്പലിലേക്ക് വിൽഡാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിൻ്റെ അടുത്ത് ഒരു എറിക്ഷാൽപ്പ ഉണ്ട്. നമ്മൾ അവിടേക്കാണ് ആദ്യം പോണത്. കം ഓൺ, ലെറ്റ്സ് ഗോ. സോ നമ്മളപ്പോൾ അങ്ങനെ വിൽഡാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ചൊന്നും നടക്കാണ്ട് 2 മിനിറ്റ് നടന്നാൽ ഒറിസോൺസ് വാഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിലെത്തും. സ്റ്റോപ്പല്ല, ഒരു സ്ഥലത്തെത്തും. അവിടെയാണ് നമ്മൾ എറിക്ഷാൽപ്പനുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ആണ് ഇതാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇതാണ് വലുത്. മറ്റേ ലൂൺ സെൻട്രലിൽ തന്നെ സ്റ്റോർട്ടോർഗേറ്റിന് അടുത്തായിട്ടൊരു കുഞ്ഞു തോന്നുന്നുണ്ട്. അത് ഇത്ര സാധനങ്ങൾ അതിനകത്ത് ഇല്ല. പക്ഷെ ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ അവിടെ ആയിരുന്നു പോയിട്ടുള്ളത്. ഇവിടെ ഞാൻ റീസെന്റ് ആണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മൾ എത്തി, ആ കാണുന്നില്ലേ എന്റെ ബാക്കിൽ, അതാണ് ബിൽഡിംഗ്. അപ്പൊ അവിടെ എത്തിയിട്ട് ഉള്ളിൽ എത്തിയിട്ട് എന്തൊക്കെയാ നമുക്ക് നോക്കാം. അങ്ങനെ ഞാനിത് എറിക്ഷാൽപ്പൻ്റെ ഉള്ളിലെത്തി. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടാണ്. നമ്മൾ ഹോം ഡെക്കോർ ഐറ്റംസ്, അതേപോലെ ഒത്തിരി ഡെക്കോർ പീസസ്, ഷോ പീസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതും അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ട്. ഈ നല്ല ബ്യൂട്ടിഫുൾ പോട്ട് വിത്ത് ആ ഒരു പ്ലാന്റിന് 28 ക്രോൺസ് ആണ് വരുന്നത്. നാട്ടിലെ ഒരു 250 രൂപേൻ്റെ ഒക്കെ അടുത്ത്. ആ സമയത്ത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസിന് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അവിടെ ഡിസ്പ്ലേ പീസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് സ്റ്റഫ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഇപ്പോൾ പ്ലേറ്റ് ആണെങ്കിലും എല്ലാം ഇവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടും. അതേപോലെ അത്യാവശ്യം കുറേ കളക്ഷൻ ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഫോട്ടോ ഫ്രെയിംസ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ തപ്പി തരയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു സംഭവം കണ്ടു. ഇത് കണ്ടും കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി. കൊള്ളാലേ. അങ്ങനെ ഡെക്കോർ ഐറ്റംസും പെയിൻറ്റിങ്സും ഒക്കെ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോത്തിങ് സെഷനാണ്. ക്ലോത്തിങ്ങിൽ ജെൻസിനും ലേഡീസിനും ഒരേപോലെ ഉണ്ട്. ഇന്നർ വെയർ വരെ ഇവിടെ അവൈലബിൾ ആണ്. അതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല കേട്ടോ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ജെൻസിൻ്റെ എല്ലാം ഉണ്ട്, അതേപോലെ തന്നെ ലേഡീസിൻ്റെ ഉണ്ട്. ടോട്ടൽ നെക്ക് ടോപ്സ്, സമ്മറിനും വിൻ്ററിനും ആപ്റ്റായിട്ട് എല്ലാം നമുക്ക് ഇവിടെ കാണാം. കൂടാതെ ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, ഡുവെറ്റ്, അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് അത്യാവശ്യം കോസ്റ്റ് നല്ല കുറവായിരിക്കും. ഇപ്പം നമ്മൾ ഇക്കിയയിൽ പോയി വാങ്ങുന്നതിനേക്കാളും എത്രയോ റേറ്റ് കുറവായിരിക്കും. പിന്നെ ഷൂസ്, ബാഗ്സ്, സ്കാർഫുകൾ, ബീനുകൾ, ഇങ്ങനത്തെ ബാഗ്സ്, ബുക്സ് എല്ലാം ഇവിടെയുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഫേർണിച്ചേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൈറ്റിങ് എന്ന് വെച്ചാൽ റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് എല്ലാം ഇവിടെയുണ്ട്. സോ ഗൈസ്, ഞാൻ അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ്, സുരജ് ഞറോട് പറഞ്ഞ പോലെ. സോ ഇനി നമ്മൾ പോണത് സ്റ്റോർട്ടോർഗേറ്റിലുള്ള ഒരു ഷോപ്പുണ്ട്, അങ്ങോട്ടാണ്. സ്റ്റോർട്ടോർഗേറ്റിൽ ഒരു റിക്ഷാൽപ്പനുണ്ട്, അവിടെ നമ്മൾ പോകുമെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് വേറൊരു കുട്ടി എസ്തെറ്റിക് ഷോപ്പുണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമെന്ന്. ഇന്ന് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, കുറച്ച് പെയിൻറ്റിങ്സും ഇനി കൂളിംഗ് ഗ്ലാസും വേറൊരു കൂളിംഗ് ഗ്ലാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. അപ്പം അതൊക്കെ പാക്ക് ചെയ്യണതൊക്കെ ഞാൻ റൂമിൽ എത്തിയിട്ട് കാണിച്ചു തരാം, കാരണം 1-2 ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ലോറയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണം. ലോറ എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റ് ആണ്, അവിടെ ജാനുവരിയിൽ തിരിച്ച് നാട്ടിലേക്ക് ബ്രസീലിലോട്ട് പോകും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വാങ്ങിക്കണം. എനിക്ക് വരെ കണ്ടു കാണുന്നില്ല, അപ്പോൾ എല്ലാവരും എന്നെ നോക്കുകയും ചെയ്യണം. സോ ഇപ്പോൾ ലോറയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പം നമുക്ക് പോയി അങ്ങോട്ട് പോയിട്ട് നോക്കാം. ആ ഡൊമിനോസിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പിങ്ക് കളറിൽ കാണില്ലേ, അതാണ് ലൂൺ സെൻട്രലിലുള്ള എറിക്ഷാൽപ്പൻ. അപ്പോൾ എൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഷോപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ സെക്കൻഡ് ഷോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ഫിൻഷാലറൻ എന്നാണ്, സ്പെല്ലിംഗ് വേറെയാണ് കേട്ടോ. കേട്ടോ, ഈ ഒരു കുഞ്ഞി വഴി കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിയ ഒരു ഗുദാമിൽ കൂടെ പോയിട്ട് താഴെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. എസ്തെറ്റിക് ആയിട്ടുള്ള റെട്രോ വൈബൊക്കെ ഉള്ള കുറേ സാധനമുണ്ട്. ഞാൻ പറയുന്ന ഓടി എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് മനസ്സിലാവും. ലൈക്ക് ബാക്കിലൊരു നോയ്സ് ഉണ്ട്. നമുക്കതിൽ ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് അധികം സാധനം വാങ്ങിക്കാനൊന്നുമില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ പോയിട്ട് യൂട്ടിലിറ്റി സാധനങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റൂം ഡെക്കോർ അല്ലെങ്കിൽ കിച്ചൺ ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. ഈ പുള്ളിക്കാരൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് ഇതിനുള്ളിൽ കയറി എത്തുന്ന
അത്രയും തിങ്ങി നിറഞ്ഞ സാധനങ്ങളാണ്. തീപ്പെട്ടിക്കൂട് വരെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രയും പഴയ സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട്. ബട്ട് നമുക്ക് തപ്പിയെടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സാധനം ഇവിടുന്ന് കിട്ടും. ലൈറ്റ്സ്, കാൻഡിൽ ഹോൾഡേഴ്സ്, കട്ട്ലറീസ്, പോസ്റ്റ് കാർഡ്സ്, ഡ്രസ്സ്, എല്ലാം, ഷൂസ്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. ഉള്ളിലേക്കായിട്ട് ഇനിയും ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെയൊക്കെ ഇരുട്ടാണ്, നമുക്കങ്ങനെ ഒത്തിരി ഫോണിലൊന്നും എടുത്താൽ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാൻ. ബട്ട് നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട്. സോ ജസ്റ്റ് ഞാൻ ആ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പോയതാണ്. ഇത് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. ആൻഡ് എൻ്റെ റൂമിലുള്ള മിററും അതേപോലെ തന്നെ സൈഡ് ടേബിളും പിന്നെ കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് സോഴ്സ് ചെയ്തിട്ടുണ്ടായത്. അപ്പം തപ്പിയെടുത്താൽ കുറേ സാധനം കിട്ടുന്നൊരു ഷോപ്പാണ്. പക്ഷെ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും അവിടെ കണ്ടില്ല. ഞാൻ അങ്ങനെ കുറേ നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. സോ അതൊക്കെയാണ് നമ്മളെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൻ്റെ വിശേഷം. ഇനി റൂമിലെത്തിയിട്ട് ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള കുറച്ച് സാധനങ്ങളും കാണിച്ചു തരാം. സോ ഞാൻ തിരിച്ച് റൂമിലെത്തി. എന്തൊക്കെ സാധനമാണ് ഇന്ന് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ലോറയ്ക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിക്കാനുള്ളത് കിട്ടിയില്ല. അപ്പോൾ അത് പിന്നെ ഒരു ദിവസം ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. കുറച്ച് താറാവുകളുള്ളൊരു ഒരു ഫ്രെയിമാണ്. അതിൻ്റെ തന്നെ വേറൊരു എണ്ണം കണ്ടോ, 2 എണ്ണം ഒരുപോലത്തെയാണ്. 2 ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ റൂമിൽ എത്തിയിട്ട് ഇങ്ങനെ ചുമരിൽ വെച്ച് നോക്കി. സൈഡിൽ കൂടി ഇങ്ങനെ ഒരു പേസ്റ്റൽ കളറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണല്ലോ, അപ്പോൾ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് 2 എണ്ണമാണ് അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. സോ അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം എൻ്റെ റൂമിൽ വെക്കാനും വാങ്ങിച്ചു. കുറച്ചും കൂടെ എൻ്റെ റൂമിൻ്റെ ഒരു വൈബിനുള്ള ഒരെണ്ണമാണ് വാങ്ങിച്ചത്. സോ ഇതാണത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചിരുന്നു. അത് ഇതിൽ പെടുന്നതാണോ ചോദിച്ചാൽ പെടുന്നതാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 49 ക്രോൺ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. പക്ഷേ പെയിൻറ്റിങ്സ് ഒക്കെ നാട്ടിലുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചതല്ല, നമ്മൾ അവിടുന്ന് ഞാൻ പോയ എറിക് ഷാൽപ്പനിൽ സാധനം വാങ്ങിച്ചാൽ നമുക്ക് അവിടുന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യണമെങ്കിൽ റാപ്പ് ചെയ്യാം. അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് പേപ്പേഴ്സ് ഏതാണ്ട് ഇതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് സാറ്റിൻ അല്ല, ഇത് ഒരു റിബണും എടുത്തു നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് സാധനം ഞാൻ അല്ലാണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം ഈ ക്രിസ്മസി തീമിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എവിടുന്ന് വാങ്ങിച്ചത്, സെയിം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ ക്രിസ്മസ് ട്രീ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇത് ലുൺ സെൻട്രലിലുള്ള എറിക് ഷാൽപ്പൻ വാങ്ങിയതാണ്. ഇന്ന് നമ്മൾ പോയതല്ല, വേറൊരെണ്ണം. പിന്നെ ഇതും എറിക് ഷാൽപ്പൻ വാങ്ങിയതാണ്, നമ്മളെ ഇന്ന് പോയ എറിക് ഷാൽപ്പൻ. ഇത് കുറച്ചും കൂടെ ഈ അടുത്ത് വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി നമ്മളെ പിഗ്ഗി ബാഗ് ഇല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ചില്ലറ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ ചില്ലറ. പിന്നെ എന്ന് പറയുന്നത് ജീവനുള്ള എനിക്കൊരു ചെടിയുണ്ട്. ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു എറിക് ഷാൽപ്പൻ തന്നെയാണ്, ലുൺ സെൻട്രലുള്ള എറിക് ഷാൽപ്പൻ ആണ് വാങ്ങിച്ചത്. അപ്പം ഈ ഒരു ലുൺ സെൻട്രലുള്ള എറിക് ഷാൽപ്പൻ ഉണ്ട്. അതല്ലാണ്ട് ഇന്ന് നമ്മൾ പോയിട്ടുള്ള ഒരു എറിക് ഷാൽപ്പൻ ഉണ്ട്. അത് രണ്ടുമാണ് എനിക്ക് പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇന്ന് നമ്മൾ രണ്ടാമത് പോയിട്ടുള്ള ഷോപ്പില്ലേ, കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട്, അതും അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ പൈസ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ബാക്കിൽ ഇവർ തന്നെ ഇതിൻ്റെ റേറ്റ് ഇട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 16 ക്രോൺസ് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ എത്ര രൂപയാണെന്ന് മനസ്സിലാവും. പക്ഷെ നേരെ മറിച്ച് മറ്റോടത്താണെങ്കിൽ അവർ അതിന് മുകളിൽ കാശൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേണ്ടവർക്ക് പിക്ക് ചെയ്ത് പോയാൽ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരൊരു പൈസ പറയും, അത് നമ്മൾ കൊടുക്കുക. അങ്ങനെയാണ് ഈ മിററും സൈഡ് ടേബിളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ റൂമിലുള്ള ആ ബാക്കിൽ കാണുന്ന മിററൊക്കെ അവിടെ നിന്ന് വാങ്ങിയതാണ്. രണ്ടാമത് പോയ ഷോപ്പാണ്. പിന്നെയെന്ന് പറയുന്നത് MS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അതും ലുൺ സെൻട്രൽ സ്റ്റോർ ടോർഗറ്റ് ആ ഒരു ഏരിയയിലാണ്. അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡ്രസ്സൊന്നും എനിക്ക് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ സൈക്കിളൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെയും സൈക്കിൾ, അങ്ങനത്തെ ഫേർണിച്ചേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നോവ ലുണ്ടിനകത്ത് മിറോർന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട്. അതും അത്യാവശ്യം നല്ലതാണ്. അവിടെ അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഒന്നുമില്ല, ക്ലോത്തിങ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഡെക്കോർ ഐറ്റംസ് അല്ല, ജാക്കറ്റുകളൊക്കെ നല്ലത് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ലുണ്ടിലുള്ള കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള ത്രിഫ്റ്റ് സ്റ്റോഴ്സ്. പിന്നെയെന്ന് പറയുന്നത് ഓൺലൈൻ ത്രിഫ്റ്റിംഗ് ആണ്. ഞാനിപ്പോൾ 2-3 ജാക്കറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. 2 ജാക്കറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. വിൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ത്രൂ ഔട്ട് യൂറോപ്പ് ഉള്ളൊരു ആപ്പാണ്. ആക്ച്വലി വെബ്സൈറ്റ് അല്ല, ആപ്പാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതേപോലെ നമ്മൾ ആമസോണിലൊക്കെ സാധനം ഓർഡർ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഓർഡർ ചെയ്യാം, നമുക്ക് സാധനം കയ്യിൽ കിട്ടും. റേറ്റ് കുറവാണ്. ഒരു 30 സെക്ക് 40 സെക്ക് ആ റേഞ്ചിൽ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടും. പിന്നെ നോക്കുമ്പം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റേജ് ചാർജ്, ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വരും. അപ്പം അതൊക്കെ കുറവുള്ളത് നോക്കി എടുത്താൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനം കിട്ടും. പിന്നെ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് FB മാർക്കറ്റ് പ്ലേസ്. അതിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവരുടെ വീട്ടിൽ എവിടെയാണ് ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നമ്മൾ പോയിട്ട് അത് കളക്ട് ചെയ്യണം. അത് എപ്പോഴും നടക്കില്ല. പക്ഷെ എൻ്റെ സൈക്കിളൊക്കെ ഞാൻ അങ്ങനെ
എസ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ അതൊക്കെയാണ് ബേസിക്കലി ത്രിഫ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. ആരെങ്കിലും അടുത്ത വർഷം ലുണ്ട് യൂണിവേഴ്സിറ്റിക്ക് വരുന്നുണ്ടെങ്കിൽ ലുണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഒക്കെയാണ് ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോർ അല്ലെങ്കിൽ ത്രിഫ്റ്റിങ്ങിന് സ്കോപ്പുള്ള പ്ലേസസ് എന്ന് പറയുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പം ഈ വീട് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ചുമന്നുകൊണ്ടൊന്നും വരണ്ട. ഞാനിങ്ങനെ യൂട്യൂബ് വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ, ഞാൻ കാനഡ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ കാണാറുണ്ട്, നാട്ടിൽ നിന്ന് ഈ ഫ്രെയിമൊക്കെ ആയിട്ട് വരും റൂമിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെയിറ്റ് ഇല്ലാത്ത സാധനമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സോ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ജാക്കറ്റ്, ഷൂസ് അതൊക്കെയാണ് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള അവസ്ഥ. എന്തായാലും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ എനിക്കൊരു ഷൂസും സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ, അത് മാൽമോയിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിനാണ് കിട്ടിയത്. അതെനിക്ക് 40 ക്രോണയ്ക്കോ 45 ക്രോണയ്ക്കോ എന്തോ കിട്ടി. അപ്പം അത് ഓരോരുത്തരുടെ ഭാഗ്യം, ഷൂവിൻ്റെ സൈസൊക്കെ പോയിരിക്കും. പക്ഷേ ബേസിക്കലി അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു ത്രിഫ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള വ്ളോഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വെച്ച് കാണാം. ബൈ.